ഡൽഹിയിൽ വായു മലിനീകരണം ഗുരുതര വിഭാഗത്തിൽ തന്നെ തുടരുകയാണ്. ഗാസിപൂരിൽ വായു ഗുണനിലവാര സൂചിക 441 രേഖപ്പെടുത്തിയത്. GRAP സ്റ്റേജ് 3 നിലവിൽ വന്നെങ്കിലും പരിശോധനകൾ ശക്തമാക്കാത്തതും മലിനീകരണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്കൂളുകളിൽ ക്ലാസുകൾ ഓൺലൈൻ ആക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഇത് വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളത്. പലതരത്തിലുള്ള നടപടികൾ എടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലത്തിൽ വരുന്നില്ല എന്നുകൂടി കാണുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതിന്റെ സൂചനകളുണ്ടോ? ഇപ്പോൾ നിലവിൽ എന്തൊക്കെ നടപടികൾ എടുക്കുന്നു അരവിന്ദ്? ജിൽസി, ഡൽഹിയിൽ വായു മലിനീകരണം തടയുവാൻ സർക്കാർ സ്വീകരിച്ച നടപടികളെല്ലാം അപ്പാടെ പരാജയപ്പെടുന്ന കാഴ്ചകളാണ് നമുക്ക് ഇതുവരെ കാണുവാൻ സാധിച്ചത്. വായു മലിനീകരണ തോതിൽ യാതൊരുവിധ കുറവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിട്ടില്ല. ഗുരുതര വിഭാഗത്തിലാണ് വായു മലിനീകരണം തുടരുന്നത്. എല്ലാ മേഖലകളും 400 മുകളിലാണ് വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം വലയുന്ന നിരവധി പേരുണ്ട്. കുഞ്ഞുങ്ങളടക്കം നിരവധി ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളടക്കം നടക്കുമ്പോഴും ഇക്കാര്യങ്ങളിൽ ഡൽഹി സർക്കാരിന്റെ മൗനമാണ് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. കാരണം ആം ആദ്മി സർക്കാർ ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും പ്രധാന രാഷ്ട്രീയ ആയുധമായി BJP ഉയർത്തിക്കൊണ്ടുവന്നത് ഡൽഹിയിലെ വായു മലിനീകരണവും യമുന മലിനീകരണവുമായിരുന്നു. പക്ഷേ BJP സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷവും ഇതിൽ കൃത്യമായൊരു നിലപാടുകൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ മലിനീകരണ തോത് കുറയ്ക്കുവാൻ നിലപാടുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. വലിയ പ്രതിഷേധം തുടരുമ്പോഴും ഇക്കാര്യങ്ങളിൽ BJP സർക്കാർ മൗനം പാലിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ചില നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ BS3 താഴെയുള്ള ചരക്ക് വാഹനങ്ങൾക്ക് ഡൽഹിയിലേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പാലിക്കുമ്പോഴും വായു മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ദീപാവലിക്ക് പിന്നാലെയാണ് ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായത്. പക്ഷേ അത് അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 350 മുകളിലായിരുന്നു വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തേക്ക് എത്തുമ്പോൾ എല്ലാ മേഖലകളിലും 400 മുകളിലേക്ക് ഇപ്പോൾ വായു ഗുണനിലവാര സൂചിക എത്തിയിരിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാവും. കാരണം ഡൽഹിയിൽ ശൈത്യകാലം തുടങ്ങിക്കഴിഞ്ഞു. ശൈത്യകാലം കൂടുതൽ കഠിനമാകാൻ പോകുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വായു മലിനീകരണം ഇനിയും രൂക്ഷമാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റ് അസുഖങ്ങളുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ആരോഗ്യ വിദഗ്ധർ അടക്കം നൽകുന്ന നിർദ്ദേശം. എല്ലാ വീടുകളിലും എയർ പ്യൂരിഫയറുകളെല്ലാം ജനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ എയർ പ്യൂരിഫയർ അടക്കം പണിമുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ ജനജീവിതം വളരെയധികം ദുസ്സഹമാകുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗേറ്റിലടക്കം ജനങ്ങൾ ശുദ്ധവായുവിന് വേണ്ടിയുള്ള പ്രതിഷേധമായിരുന്നു നടന്നത്. നമ്മൾ വിവിധ പ്രതിഷേധങ്ങളും സമരങ്ങളും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ വായുവിന് വേണ്ടി, അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള വായുവിന് വേണ്ടിയുള്ള പ്രതിഷേധം ഡൽഹിയിൽ അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധത്തിൽ നിരവധി വിദ്യാർത്ഥികളെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കഠിനമായ മർദ്ദനമേറ്റു എന്ന വിമർശനവും ഉയർന്നു. എന്തായാലും വലിയ ബുദ്ധിമുട്ടിൽ ഡൽഹിയിലെ ജനങ്ങൾ പോകുന്നു. വായുമലിനീകരണം അനുദിനം രൂക്ഷമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. ജിൽസി.